Good morning, children. Today we can do the exercise questions. Page number 105. Calculate profit or loss for the following in your notebook. For the ring, a gift stall. At the feast, the teacher spent rupees 49. For each ticket, the children had to pay rupees 2. If the teacher sold 72 tickets, how much money did she collect and what was the profit from the stall? For the ring a gift stall at the feast, the teacher spent rupees 49. അതായത് നമ്മൾ ഇങ്ങനെ വളരെറിഞ്ഞ് ഗിഫ്റ്റ് കിട്ടത്തില്ലേ, അങ്ങനെ ഒരു ഗിഫ്റ്റ്, അങ്ങനെ ഒരു ഫെസ്റ്റിവലിന് ഒരു ക്ലാസ്സിലെ ടീച്ചർ 49 റുപ്പീസ് സ്പെൻഡ് ചെയ്തു. ഫോർ ഈച്ച് ടിക്കറ്റ് ദ ചിൽഡ്രൻ ഹാഡ് ടു പേ. ഇപ്പോൾ ടീച്ചർ 49 റുപ്പീസ് ഒന്നിച്ച് സ്പെൻഡ് ചെയ്യുമായിരുന്നു. അപ്പം ഓരോ കുട്ടികൾക്കും ഒരു ടിക്കറ്റിന് എത്രയായിരുന്നു ചാർജ്? ഒരു പ്രാവശ്യം ഇങ്ങനെ എറിയുന്നതിന് 2 റുപ്പീസ് വെച്ചായിരുന്നു. ഇഫ് ദ ടീച്ചർ സോൾഡ് 72 ടിക്കറ്റ്സ്, how much money did she collect and what was the profit from the stall? അതായത് നമ്മളിങ്ങനെ ഓരോ ഫെസ്റ്റിവലിനൊക്കെ നമ്മൾ വളരെയറിച്ചിൽ മത്സരിപ്പിച്ച ചിൽഡ്രൻസ് ഡേ നമ്മളിവിടെ ഫുഡ് ഫെസ്റ്റ് നടത്തിയായിരുന്നു. അതുപോലെ ഒരു ഫെസ്റ്റിവലിന് ടീച്ചർ എന്തുവാ ചെയ്തത്? 42 റുപ്പീസ് മുടക്കി ഗിഫ്റ്റ് അവിടെ വാങ്ങിച്ചിട്ട് റിങ്ങേ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ വളരെറിഞ്ഞിട്ട് അതിനകത്തുള്ളിൽ വരുന്ന ഗിഫ്റ്റ് നമ്മളെടുക്കും. അങ്ങനെ അതിന് വേണ്ടി ടീച്ചർ എത്ര രൂപയാണ് ചിലവാക്കിയത്? 49 റുപ്പീസ്. അപ്പോൾ നമ്മളതിന് ഓരോ ഫീസ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മളതിൽ ആ ഫെസ്റ്റിവലിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട്, ആ കോമ്പറ്റീഷന്. അങ്ങനെ ഒരു കുട്ടി എത്ര രൂപ വെച്ചാണ് കൊടുക്കുന്നത്? 2 റുപ്പീസ്. അങ്ങനെ ടീച്ചർ എത്ര ടിക്കറ്റ് വിറ്റു? 72 ടിക്കറ്റ്സ് വിറ്റു. അപ്പോൾ ഒരു കുട്ടിക്ക് 2 റുപ്പീസ് വെച്ച് അങ്ങനെ 72 സ്റ്റുഡൻസ് അതിൽ പങ്കെടുത്തു. അങ്ങനെയാണെങ്കിൽ ടീച്ചറിന് എത്ര രൂപയാണ് ലാഭം കിട്ടിയത്? അപ്പോൾ ടീച്ചറിന് എടുക്കാൻ വേണ്ടിയിട്ടല്ലത്, ഒരു കോമ്പറ്റീഷൻ കണക്ക് നമ്മളിപ്പോൾ ചിൽഡ്രൻസ് ഇവിടെ ഫുഡ് ഫെസ്റ്റ് ഒക്കെ കണ്ടക്ട് ചെയ്ത് നമ്മളുടെ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് പണം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ the teacher spent rupees 49, that is cost price. CP is equal to rupees 49. For each ticket the children had to pay rupees 2. The cost of one ticket is equal to rupees 2. So the cost of 72 tickets, that is 72 into 2. 72 into 2. 72 into 2. 2 2s are 4. 7 2s are 14. 144. The cost price rupees 49. Selling price rupees 144. So profit or loss? Selling price ആണ് കൂടുതൽ. So therefore the profit is equal to SP minus CP, that is 144 minus 49. 4 minus 9 is not possible. Borrow 1 from this 3. 4 become 3. This 4 become 14. 14 minus 9, that is 5. Then now it is 13. 13 minus 4 is equal to 9. So how much is the profit? Rupees 95. Rupees 95 is the profit amount. Okay. For the school concert, a school spent rupees 3,520 on costumes and lighting. 80 tickets of rupees 50, 63 tickets of rupees 25, 41 tickets of rupees 15 and 110 tickets of rupees 10 were sold. What was the total ticket money collected? How much money was the school able to gain from the concert? ഇപ്പോൾ സ്കൂളിലൊരു പ്രോഗ്രാം, ഇപ്പം ഡാൻസ് പ്രോഗ്രാം ആകാം, അല്ലെങ്കിൽ
ഡാൻസ് പ്രോഗ്രാം ആകാം മിക്കവാറും. അപ്പോൾ കോസ്റ്റ്യൂംസിനൊക്കെ പൈസ ചിലവായതായിട്ട് പറയുന്നുണ്ട്. ലൈറ്റിംഗ്, ഇപ്പോൾ കോസ്റ്റ്യൂംസിനും ലൈറ്റിങ്ങിനും കൂടെ എത്ര രൂപയായി സ്കൂളിൽ? 3520. അപ്പോൾ അത് ടിക്കറ്റ് വെച്ചാണ് നടത്തിയത്. ആ പ്രോഗ്രാം ടിക്കറ്റ് വെച്ചാണ് നടത്തിയത്. അപ്പം 80 ടിക്കറ്റ്സ് എത്ര രൂപയ്ക്കാണ് വിറ്റത്? 50 റുപ്പീസിൻ്റെ 80 ടിക്കറ്റ്സ് വിറ്റു. ദെൻ 25 റുപ്പീസ് വെച്ചുള്ള 63 ടിക്കറ്റ്സ്, 15 റുപ്പീസ് വെച്ചുള്ള 41 ടിക്കറ്റ്സ്, 10 റുപ്പീസിൻ്റെ 110 ടിക്കറ്റ്സ്. വാട്ട് വാസ് ദ ടോട്ടൽ ടിക്കറ്റ് മണി കളക്റ്റഡ്? അങ്ങനെ ടിക്കറ്റ് മണി എത്രയാണ് കളക്ട് ചെയ്തത്? അപ്പോൾ നമുക്ക് അത് നോക്കാം. 80 ടിക്കറ്റ്സ്, 50 rupees. Then 63 tickets, 25 rupees. 41 tickets, rupees 50. Then 110 tickets, rupees 10. Okay. So how much money collected? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു ടിക്കറ്റിന് 50 റുപ്പീസ് വെച്ചുള്ള എത്ര ടിക്കറ്റാണ് വിറ്റത്? 80. 8 5s are 40. Then these 2 zeros are there. So 4000. Then 25 into 63. 63 into 25. 5 3s are 50. Write 5. 1 is carrying over 6. 6 5s are 30. 30 plus 1. 31. 2 at 1 tens place, so put 0. 2 3s are 6. 6 2s are 12. Then add 5 plus 0 5. 6 plus 1 7. 3 plus 2 5. Then 1. 1575. അപ്പോൾ 50 റുപ്പീസിൻ്റെ ടിക്കറ്റ് 80 റുപ്പീസ് വിറ്റു. അതിൻ്റെ എമൗണ്ട് 4000. 25 റുപ്പീസിൻ്റെ 63 tickets, that amount 1575. Then 41 rupees in the tickets, 41 into 50. 5 1 is 5, 5 4s are 20. Then 1 at tens place, so put 0. 1 1 is 1, 4 1 is 4. 650. Then 10 rupees in the 110. So 1110. Then add 5 plus 5 0 10. Put 0. 1 is carrying over 0. 7 plus 1 8. 8 plus 1 9. 9 plus 1 10. 1 is carrying over 0. 5 plus 1 6. 6 plus 6 12. 12 plus 1 13. That put 3. 1 is carrying over 4. 4 plus 1 5. 6 7. 7300. So how much money spent? 3520. Therefore profit or loss? Yes, profit. That is 7300 minus 3520. 0 minus 0, 0. 0 minus 2 is not possible. Borrow 1 from 3. 3 became 2. 0 became 10. 10 minus 2 is 8. 2 minus 5 is not possible. Borrow 1 from 7. 7 becomes 6. This 2 become 12. 12 minus 5 is 7. 6 minus 3 is 3. So how much is profit? Yes, 3780 rupees profit. A charity organization was selling juices, jams and pickles. Given below is the cost and selling price of each item. Calculates the profit made by the sale. Lemon juice. Cost of 1 bottle 25. Selling price 70 rupees. So how much profit? We can look. Selling price. Selling not the cost
bottles. Total profit. Lemon juice. Lemon juice. 25. One bottle, 25 rupees. Selling price 70. So how much is profit? 70 minus 25. 70 minus 25. 0 minus 5 is not possible. Borrow 1 from this. 7. 7 becomes 6. 0 becomes 10. 10 minus 5 is 5. 6 minus 2, 4. 45 rupees profit in one bottle. Total how many bottles are there? 11. So how much profit? 45 into 11. 5, 4, then 0. 5 1 is 5, 4 1 is 4. 495. 495 rupees profit. Then next one, mango juice. Mango juice. 32 rupees. Selling price 70. Therefore, profit 70 minus 32. 0 minus 2 is not possible. So, borrow 1 from 7. 7 becomes 6. 0 becomes 10. 10 minus 2 is 8. 6 minus 3, 3. So, 38 rupees profit. Then how many? Total number of bottles? 80. Therefore, total profit 38 into 80. 8 8s are 64. Write 4. 6 is carrying over 3. 8 3s are 24. 24 plus 6, 30. 1 and 10's place, so put 0, 8, 3. So the answer is 684. 684. Then next one, rose syrup. Rose syrup. Rose syrup. Cost price 16. Selling price 48. How much rupees? Profit 8 minus 6, 2. 4 minus 1, 3. So profit is 32 rupees. How many bottles are there? 15 bottles. Therefore total profit 32 into 15. 5 2s are 5 2s are 10. Put 0, 1 is carrying over 3. 3 5s are 15. 15 plus 1, 16. Put 0, 2 1 is 2. 3 1 is 3. The answer is 480. So total profit is 480. Okay, like that we can do all other questions. All other next lime pickle, garlic pickle, then mango pickle, like that we can find the profit and the total profit. Okay, thank you.